ഇവിടെ ഇപ്പോൾ റെസ്ക്യൂർ എത്തിയിട്ടുണ്ട്. പാമ്പിനെ വെസ്റ്റിയിൽ നിന്ന് പാമ്പിനെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം. ചേട്ടാ, ഇത് ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ്? പരിശോധന നടത്തുകയാണ്. പാമ്പിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വലയിൽ കുടുങ്ങിയ നിലയിലാണ്. പാമ്പിന് ചെറിയ പരിക്കുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി വലയിൽ കുടുങ്ങിയതിൻ്റെ ഭാഗമായിട്ടുള്ള പരിക്കുകളുണ്ട്. ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് പ്രയാസമാണ്. ഇവിടെ ഈ മീനിനെ വളർത്താൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗം, അതായത് പൊളിഞ്ഞ ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗം ഇവിടെ വെച്ചിരുന്നു. അതിന് താഴെ ഈ കോഴി ഫാമിൽ കണക്കാക്കിയിട്ടുള്ളൊരു വല ഇവർ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ആ വലയിലാണ് ഇപ്പോൾ ഈ പാമ്പ് കുരുങ്ങിയിരിക്കുന്നത്. പാമ്പ് കുരുങ്ങി അതിൻ്റെ തലഭാഗമാണ് ഇപ്പോൾ വലയിൽ കുരുങ്ങിക്കിടക്കുന്നത്. പെരുമ്പാമ്പിൻ്റെ കുട്ടിയാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ റെസ്ക്യൂർ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിനെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. എന്തായാലും ഏറെ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ്. വീടിൻ്റെ തൊട്ടു പുറകുവശത്തെ ഭാഗത്താണ്, കുട്ടികൾ ഉൾപ്പെടെയുള്ള വീടാണ്. തൊട്ടപ്പുറം അംഗൻവാടിയുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടികളോ ഇത്തരത്തിൽ അംഗൻവാടിയിൽ ഇന്നിപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും ഇത്തരം സാഹചര്യത്തിൽ പാമ്പുകൾ വീടിന് പുറകിലും വീടിൻ്റെ അകത്തുമൊക്കെ കാണുന്ന ഒരു ആശങ്ക പൊതുവിൽ നാട്ടുകാർക്കൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾ വലിയ ഭീതിയിലാണ് ഈ സാഹചര്യത്തിൽ ഉള്ളത് എന്ന് കൂടി പറയേണ്ടി വരും. ചേച്ചി, പാമ്പിനെ കണ്ടില്ല? ഓ, കണ്ട്. പേടിയുണ്ടോ? പേടിയൊക്കെ ഉണ്ട്. നേരത്തെ ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക ചെയ്യുക. അങ്ങനെ നിൽക്കലൊന്നുമില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. ഇവിടെ തന്നെ തൊട്ടടുത്താണ് ആ വീട്ടിൻ്റെ തൊട്ടടുത്ത്. പേടിയൊക്കെ ഉണ്ട്. എന്തായാലും ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ പേടിയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് പാമ്പിനെ കാണുന്നതിൻ്റെ വീതി, അതായത് വീടിൻ്റെ പുറകു ഭാഗത്താണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഏത് സമയത്തും പോകുന്നതാണ്. മാത്രമല്ല രാത്രികാലങ്ങളൊക്കെ തന്നെ അത്തരം വെളിച്ചമില്ലെങ്കിൽ പോലും സ്വന്തം വീടല്ലേ എന്ന ധൈര്യത്തിൽ ഇറങ്ങി പോകാറുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതുപോലും സാധ്യമാകില്ല. അത്തരത്തിൽ ഭീതി ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പാമ്പിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. പാമ്പിനെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ റെസ്ക്യൂറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ വലയിൽ കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. വല മുറിച്ചു മാറ്റിയ ശേഷമായിരിക്കും പാമ്പിനെ എന്തായാലും പുറത്തേക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇവിടെ ഇപ്പോൾ പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം റെസ്ക്യൂർ നേതൃത്വത്തിൽ നടക്കുകയാണ്. എന്തായാലും വിഷമുള്ള പാമ്പല്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. പെരുമ്പാമ്പായതുകൊണ്ട് തന്നെ അത്തരം വിഷമില്ല. എന്നിരുന്നാലും ഭീതി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ പലയിടങ്ങളിലും വിഷമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. മാത്രമല്ല 2 പേർക്ക് കടിയേറ്റതും ഈ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൽ നിന്നാണ്. അത് വിഷമുള്ള പാമ്പാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പാമ്പിൻ്റെ കടിയേൽക്കുന്ന ആശങ്കയുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ വെസ്റ്റിയിൽ ഇത്തരത്തിൽ വീടിൻ്റെ പുറകുവശത്ത് അംഗൻവാടിയോട് ചേർന്നുള്ള വീടിൻ്റെ പുറകുവശത്ത് ഇപ്പോൾ പാമ്പിനെ കണ്ടെത്തിയത്. ഈ വീട്ടിലും കുട്ടികളുണ്ട്. ചേട്ടാ, ഈ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ഈ ഭാഗത്തേക്ക് വരാറുണ്ടല്ലേ? ഇത് രാവിലെ കുട്ടികൾ ഈ സമയത്ത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇപ്പം പേടിയുണ്ടോ? ചേച്ചി, പേടിയുണ്ടോ ചേച്ചി? പാമ്പൊക്കെ വീട്ടിന്റെ പുറകിലാണ്. മക്കളുള്ളതാ. ഇവിടെ വീട്ടിൽ കുട്ടികൾ അടുത്ത വീട്ടിലാണ്. ആണോ? പേടിയുണ്ട്. രാത്രിയൊക്കെ ഇറങ്ങുമ്പോൾ പേടിയായിരിക്കും. പുറത്തിറങ്ങണത് പേടി ഭയത്തോട് കൂടിയിട്ടാ പുറത്തിറങ്ങണത്. ചൂടായതുകൊണ്ട് പാമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും നാട്ടുകാരൊക്കെ വലിയ ഭീതിയിലാണ്. കാരണം വീടിൻ്റെ പുറകുവശത്ത്, വീടിനകത്ത്, കുളിമുറിയിൽ അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായി പാമ്പിനെ കാണുന്നു, പാമ്പിൻ്റെ കടിയേൽക്കുന്നു എന്നടക്കമുള്ള പ്രയാസങ്ങളാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. ഇപ്പോൾ പാമ്പിനെ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്യുകയാണ്. പാമ്പിനെ ഇപ്പോൾ അവരുടെ ഈ വലയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ തലഭാഗം ഈ പറയുന്ന പോലെ വലയിൽ കുരുങ്ങി അതിന് തലഭാഗത്ത് പരിക്കുകൾ ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. ഈ വലയുടെ ഒരു ഭാഗം മുറിച്ചാൽ മാത്രമേ അതിനെ പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാൻ സാധിക്കൂ. അത് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അതിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ വനം വകുപ്പ് സ്വീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ വീടിൻ്റെ പുറകിൽ ഈ പറയുന്നത് പോലെ തൊട്ടപ്പുറം ഒരു ചെറിയ തോടുണ്ട്. തണുപ്പുള്ള ഭാഗമാണ് ഈ തോട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ അത്തരത്തിൽ തണുപ്പുള്ള ഭാഗത്തേക്ക് പാമ്പ് എത്തിയതാകാം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഒപ്പം ഇവിടെ കോഴി വളർത്തുന്നതിൻ്റെ കൂടി അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഇതൊക്കെ തന്നെ ആയിരിക്കാം പാമ്പ് ഈ വീട്ടിൻ്റെ ഭാഗത്തേക്ക് വരാൻ കാരണമായിട്ടുണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ഒന്നും തന്നെ ഇത്തരത്തിൽ പെരുമ്പാമ്പിനെ ഒന്നും തന്നെ ഈ ഭാഗങ്ങളിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വീട്ടുകാരും സമീപവാസികളും പറയുന്നത്. പുതിയ സാഹചര്യത്തിൽ അത്തരത്തിൽ പാമ്പിനെ വീട്ടിൻ്റെ ഭാഗത്ത് കണ്ടതിൻ്റെ ഒരു ഭീതിയുണ്ട്. ഇപ്പോൾ ഈ വല മുറിച്ചു മാറ്റുകയാണ്. അത് പാമ്പിൻ്റെ തല കുരുങ്ങിക്കിടക്കുകയാണ് ആ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും മുറിച്ചു മാറ്റാതെ പാമ്പിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്
പ്രയാസകരമാണ്. റെസ്ക്യൂറാണ് ഇപ്പോൾ ഇതിനെ വല മുറിച്ചു മാറ്റുന്നത്. എന്തായാലും പാമ്പ് മറ്റ് ആപത്തുകളൊന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പോൾ പാമ്പിനെ പിടികൂടി വലയിലാക്കിയിരിക്കുകയാണ്. ആ കൂടയിലേക്ക് മാറ്റിയിരിക്കുന്നു. പരിക്കേറ്റത് കൊണ്ട് തന്നെ ചികിത്സ നൽകേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സർപ്പ ടീമിലെ റെസ്ക്യൂവറാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാണ്. മലമ്പാമ്പ് എന്ന് വിളിക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇത് കുട്ടിയല്ല, ഇത് അഡൾട്ട് തന്നെയാണ്. പക്ഷെ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പേടിക്കേണ്ട സാഹചര്യം ഉണ്ടോ? ഇല്ല, പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കുട്ടികളെ ഉപദ്രവിക്കുന്നില്ല. പല ആളുകൾക്കും തെറ്റായിട്ടുള്ള ധാരണയാണ്. എന്നുവെച്ചാൽ പെരുമ്പാമ്പ് കുട്ടികളെ വിഴുങ്ങും എന്നൊക്കെയുള്ളത് തെറ്റായിട്ട് ധാരണയാണ്. ഇന്ന് വരെ കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? ഇത് നമ്മുടെ വൻശ്രീ മാത്തോട്ടം അങ്ങോട്ട് മാറ്റും. അവിടെ നിന്ന് പിന്നീട് ഇതിൻ്റെ ആരോഗ്യനിലൊക്കെ നോക്കിയിട്ട് കാട്ടിലൊക്കെ റിലീസ് ചെയ്യും. പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വലയിൽ കുടുങ്ങിയതിൻ്റെ സ്കിന്ന് ഒന്ന് ചെറുതായിട്ട് നീങ്ങിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല. മറ്റെവിടെയെങ്കിലും പാമ്പിനെ പിടികൂടിയിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ കോയ റോഡ് ഭാഗത്തുനിന്ന് ഒരു മൂർഖനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. റെസ്ക്യൂവിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കിട്ടിയത്.